വർഷം യുകെയിൽ കെയർ വർക്കർമാരായി ജോലി ചെയ്ത 5316 വിദേശത്ത് പരിശീലനം ലഭിച്ച നഴ്സുമാർ IELTS, OET പോലുള്ള ഭാഷാ പരീക്ഷകൾ എഴുതാതെ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ പിൻ നമ്പർ നേടി. 2023 ഫെബ്രുവരി 8 നടപ്പിലാക്കിയ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഫ്രം എംപ്ലോയേഴ്സ് എന്ന പദ്ധതി പ്രകാരം ഇംഗ്ലീഷ് പ്രധാന ഭാഷയല്ലാത്ത രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി യുകെയിൽ 12 മാസത്തിലധികം കെയർ മേഖലയിൽ ജോലി ചെയ്തവർക്ക് തൊഴിലുടമയുടെ സാക്ഷ്യപത്രം വഴി ഭാഷാ പ്രാവീണ്യം തെളിയിക്കാം. 2024 ഏപ്രിൽ മുതൽ 2025 മാർച്ച് വരെ 5196 നഴ്സുമാരും 101 മിഡ്വൈഫുമാരും 19 നഴ്സിംഗ് അസോസിയേറ്റുകളും ഈ വഴി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ 63% ഇന്ത്യക്കാരും 11% ഫിലിപ്പൈനികളും 7% ഗാനക്കാരുമാണ്. ഈ നയം IELTS, OET പരീക്ഷകളിൽ 0.5 പോയിന്റോ ഗ്രേഡോ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടവർക്കും തൊഴിലുടമയുടെ സാക്ഷ്യപത്രം അധിക തെളിവായി ഉപയോഗിക്കാൻ അനുവദിക്കുന്നു. 2024-25 കാലയളവിൽ SIFE വഴി രജിസ്റ്റർ ചെയ്തവർ 5316 പേരാണ്. LMSൽ ആകെ രജിസ്റ്റർ ചെയ്തത് 20,671 വിദേശി പ്രൊഫഷണലുകളിൽ 25.7% വരും. കിങ്സ് കോളേജ് ലണ്ടനിലെ വൃക്ക മാറ്റിവെക്കൽ കോഓർഡിനേറ്റർ ഡോക്ടർ അജിമോൾ പ്രദീപും നഴ്സിംഗ് ലെക്ചർ ഡോക്ടർ ഡില്ല ഡേവിഡ്സും വർഷങ്ങളോളം നടത്തിയ പ്രചാരണത്തിൽ ഈ മാറ്റത്തിന് വഴിയൊരുക്കി. SIFE പദ്ധതി ആയിരക്കണക്കിന് നഴ്സുമാരുടെ ജീവിതം മാറ്റിമറിച്ചു. NHSലെ ജോലി ഒഴിവുകൾ നികത്താൻ വലിയ പിന്തുണ നൽകുന്നുവെന്ന് അവർ പറഞ്ഞു.